ഹൈ എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ PF തുക മുഴുവനായും പിൻവലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് എംപ്ലോയി ഷെയർ, എംപ്ലോയർ ഷെയർ, പെൻഷൻ കോൺട്രിബ്യൂഷൻ തുടങ്ങിയ മുഴുവൻ തുകയും പിൻവലിക്കുന്നതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. PF തുക മുഴുവനായും പിൻവലിക്കുന്നതിന്റെ ഫുൾ പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കണ്ട ശേഷം മാത്രം പ്രോസസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മുൻപ് ചെയ്ത വീഡിയോയിലൂടെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ PF തുക നമുക്ക് എപ്പോഴാണ് പിൻവലിക്കാൻ സാധിക്കുന്നത്, അതുപോലെ നമ്മൾ ഫോം 15G ഫയൽ ചെയ്യേണ്ടതുണ്ടോ, പാൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ എനിക്ക് അഡ്വാൻസ് വിഡ്രോവൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, പെൻഷൻ വിഡ്രോവൽ കാണിക്കുന്നില്ല, ഫൈനൽ സെറ്റിൽമെന്റ് കാണിക്കുന്നില്ല, ക്ലെയിം സ്റ്റാറ്റസ് നോക്കുമ്പോൾ ക്ലെയിം സെറ്റിൽഡ് ആയിട്ടുണ്ട് പക്ഷേ അക്കൗണ്ടിൽ ക്യാഷ് വന്നില്ല തുടങ്ങിയ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. PF തുക പിൻവലിക്കുന്നതിൻ്റെ ഫുൾ പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിയിട്ടുണ്ട്, എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫൈനൽ വിഡ്രോവൽ, അതായത് PF പ്ലസ് പെൻഷൻ എമൗണ്ട് അടങ്ങിയ മുഴുവൻ തുകയും വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. EPFOയുടെ ഓൺലൈൻ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് EPFO മെമ്പർ ഹോം പേജ് വഴിയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഈ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ്, അതായത് UN നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ UN നമ്പർ അറിയില്ലെങ്കിൽ ഇവിടെയുള്ള നോ യുവർ UN എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ UN നമ്പർ കണ്ടെത്താവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെയുള്ള ആക്ടിവേറ്റ് UN എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ UN നമ്പർ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അറിയില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോകളെല്ലാം തന്നെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി UN നമ്പർ എന്നുള്ള ഈ ഭാഗത്ത് നമ്മുടെ UN നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് ഇവിടെ വൺ ടൈം പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് എക്സ്പയർഡ് ആയിട്ടുണ്ട്, അപ്പോൾ അത് റീസെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വന്നാൽ എങ്ങനെ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഓൾഡ് പാസ്വേഡ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളുടെ നിലവിലുള്ള പാസ്വേഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെടുത്തിയിരിക്കണം. ഈ ഒരു രീതിയിലുള്ള പാസ്വേഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു മോഡൽ പാസ്വേഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ താഴെയുള്ള ഈ ഒരു ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് ആധാർ OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലൊരു വിൻഡോ വരുന്നതായിരിക്കും. നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് വരുന്നതായിരിക്കും. ആധാർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി, കൈൻഡ്ലി ലോഗിൻ വിത്ത് ദി ന്യൂ പാസ്വേഡ്. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇവിടെയുള്ള ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്നും പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു ലോഗിൻ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു അലർട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ UN നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ UN നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പുതിയ പാസ്വേഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നുള്ള ഒരു OTP കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക.
ശേഷം നമ്മുടെ ആ ഒരു ഹോം പേജ് നമുക്കിതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഹോം, വ്യൂ, മാനേജ്, അക്കൗണ്ട്, ഓൺലൈൻ സർവീസസ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ക്ലെയിം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ആയതുകൊണ്ട് നമുക്ക് ക്ലെയിം എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിന് താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളതുണ്ട്, ആസ് സീഡഡ് അഗെയിൻസ്റ്റ് UAN എന്നുള്ളത്. അവിടെ നമ്മുടെ UAN നമ്പറിൽ നമ്മൾ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് നമ്മൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ലെങ്കിൽ അതിന് താഴെയുള്ള കോളത്തിൽ ബ്രാഞ്ച് നെയിം ആൻഡ് അഡ്രസ്സ് എന്നുള്ളതുണ്ട്. അവിടുന്ന് നമുക്ക് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്കവിടെ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അതിന് നേരെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മളവിടെ യെസ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെയായിട്ട് ഇവിടെ നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് എക്സിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പല ആളുകളും സംശയം ചോദിച്ചിരുന്നു, എനിക്ക് അഡ്വാൻസ് എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ, ഫൈനൽ സെറ്റിൽമെൻറ്റ്, പെൻഷൻ വിഡ്രോവൽ തുടങ്ങിയൊന്നും തന്നെ കാണിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ PF അക്കൗണ്ടിൽ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് PF അഡ്വാൻസ് എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതായത് ഇവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്യാത്തവർക്ക്, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അതായത് PF അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് PF അക്കൗണ്ടിൽ നിന്നും മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുന്നത്. അതായത് എംപ്ലോയി, എംപ്ലോയർ ഷെയർ, പെൻഷൻ കോൺട്രിബ്യൂഷൻ അടങ്ങിയ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്തവർക്ക് മാത്രമേ ഫൈനൽ സെറ്റിൽമെൻറ്റ്, പെൻഷൻ വിഡ്രോവൽ തുടങ്ങിയ ഓപ്ഷനൊക്കെ കാണിക്കുകയുള്ളൂ. ഡേറ്റ് ഓഫ് എക്സിറ്റിന് 60 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വിഡ്രോവലിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ PF അക്കൗണ്ടിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ 9 വർഷവും 6 മാസവും കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ഫണ്ട് പിന്നീട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് PF, എംപ്ലോയി, എംപ്ലോയർ ഷെയർ മാത്രമാണ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നത്. അതുപോലെ PF വിഡ്രോ ചെയ്യുന്നതിന് മിനിമം കോൺട്രിബ്യൂഷൻ 6 മാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമുക്ക് നമ്മുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെയുള്ള പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഐ വാണ്ട് ടു അപ്ലൈ ഫോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് ക്ലെയിമിനാണോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഉള്ള ഡൗൺ കീലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഓപ്ഷൻസ് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓൺലി PF വിഡ്രോവൽ ഫോം 19 എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ഫോം 19 ആണ്. ഇവിടെ നിങ്ങൾ ആദ്യം PF വിഡ്രോവലിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരിക്കലും 10C അതായത് പെൻഷൻ വിഡ്രോവൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിലൊരു വാർണിംഗ് മെസ്സേജ് വന്ന് കിടപ്പുണ്ടല്ലോ, അത് ഈ ഒരു അക്കൗണ്ടിൽ പാൻ കാർഡ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് വന്നുള്ളത്. UAN-മായി പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല. പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് TDS അപ്ലിക്കബിൾ ആണെങ്കിൽ ഉയർന്ന നിരക്കിലുള്ള TDS ഡിഡക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. TDS ബാധകമാകുന്നത് 5 വർഷത്തിൽ കുറവ് സർവീസ് ആയിരിക്കുകയും 50,000-ന് മുകളിലുള്ള എമൗണ്ട് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ 5 വർഷത്തിന് മുകളിലുള്ളവർക്കാണെങ്കിൽ TDS ബാധകമല്ല, അതുകൊണ്ട് പാൻ കാർഡ് ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ എൻ്റേത് ഇവിടെ 5 വർഷം കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പാൻ കാർഡ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ യെസ് എന്നുള്ള ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ എംപ്ലോയി അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഭാഗം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ അഡ്രസ്സ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലോഡ് ഫോം 15G എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ഫോം 15G അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പലർക്കുള്ള ഒരു സംശയമാണ്. ഇവിടെ ഫോം 15G അപ്ലോഡ് ചെയ്യേണ്ടത് TDS ബാധകമായിട്ടുള്ളവർക്ക് TDS ഡിഡക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ TDS ബാധകമായിട്ടുള്ളത് ആർക്കാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫോം 15G അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം താഴെ വരുന്നത് എംപ്ലോയി അഡ്രസ്സ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ എംപ്ലോയി അഡ്രസ്സ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ വരുന്നത് ലൊക്കാലിറ്റി എന്നുള്ളതാണ്. മാക്സിമം 64 ക്യാരക്ടേഴ്സ് ആണ്. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് സ്ട്രീറ്റ് എന്നുള്ളതാണ്. അവിടെ മാക്സിമം 35 ക്യാരക്ടേഴ്സ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് സിറ്റി എന്നുള്ളതാണ്. മാക്സിമം 64 ക്യാരക്ടേഴ്സ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പിൻകോഡാണ്.
അവിടെ നിങ്ങളുടെ 6 പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഗെറ്റ് മൊബൈൽ OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റെ ഒരു OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. OTP ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് PF ഫൈനൽ വിഡ്രോവൽ ക്ലെയിം ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഓൺ യൂണിഫൈഡ് പോർട്ടൽ. പ്ലീസ് ക്ലിക്ക് ഹിയർ ടു വ്യൂ PDF. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലെയിം ഫോം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്ത ക്ലെയിം ഫോം കാണണമെങ്കിൽ ഇവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്ത ക്ലെയിം ഫോം ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഫോം 10C, അതായത് നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷനാണ് വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും നമ്മളിവിടെ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അത് വെരിഫൈ ചെയ്യാം. ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ എന്നുള്ളതിൽ നമ്മൾ PF വിഡ്രോവൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഷനാണ്. അപ്പോൾ ഓൺലി പെൻഷൻ വിഡ്രോവൽ ഫോം 10C എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം താഴെ എംപ്ലോയി അഡ്രസ്സ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ അഡ്രസ്സ് നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് ആധാർ OTP എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് എൻ്റർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ക്ലെയിം ഫോം രണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം സെറ്റിലാകുന്നതിന് ഒരു 2 to 3 വീക്സ് ഒക്കെ സമയം എടുക്കാറുണ്ട്. പെൻഷൻ ഫണ്ട് സെറ്റിലാകുന്നതിന് അതുപോലെ തന്നെ 3 to 4 വീക്സ് ഒക്കെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡിലേ ആകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു പീരിയഡിന് ശേഷം നിങ്ങളുടെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലെയിം സെറ്റിൽഡ് ആയതിനു ശേഷം നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ടാണ് ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ക്ലെയിം സെറ്റിൽഡ് ആയിട്ടുണ്ട് പക്ഷേ ക്യാഷ് കിട്ടിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ PF അക്കൗണ്ടിലെ തുക മുഴുവൻ പിൻവലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. PF തുക മുഴുവൻ പിൻവലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.